നമ്മൾ വളരെ ജാഗരൂകരാകേണ്ട സമയമാണ്. മുതിർന്നവരെക്കാളും പലപ്പോഴും കുട്ടികൾക്കാണ് കൂടുതൽ ഇത് പ്രശ്നം വരാൻ സാധ്യത. കാരണം ഇത് നിർജ്ജലീകരണം, അതായത് ശരീരത്തിൽ നിന്ന് പിന്നെ ജലത്തിന്റെ അംശം തീരെ കുറയുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമാകുന്നത്, മരണകാരണമല്ല അപകടമാകുന്നത്. അത് നമ്മൾ കുട്ടികളിൽ, അതേപോലെ തന്നെ വൃദ്ധർ, അവരിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. ഇത്തരം ആൾക്കാരില് ചെറിയ കുട്ടികള്, പ്രായമേറിയവര്, മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, നേരത്തെ അസുഖങ്ങളുള്ളവര്, അവരെയൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അടച്ചു വെക്കുക, പ്രത്യേകിച്ച് അടച്ചു വെച്ച് പിന്നെ ഉപയോഗിക്കുക. പിന്നെ ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക എന്നതൊക്കെ വളരെ പ്രധാന ഘടകമാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് വ്യക്തി ശുചിത്വത്തിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മളിപ്പം മലമൂത്ര വിസർജനത്തിന് ശേഷം സോപ്പിട്ട് കൈകൾ കഴുകണം. അത് വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണല്ലോ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്, അല്ലെ? പ്രത്യേകിച്ച് മലബാർ മേഖലയിലേക്കാണ് കൂടുതൽ ആശങ്ക വർദ്ധിക്കുന്നത്. എന്തുകൊണ്ടാകാം ഇങ്ങനെയൊരു സ്ഥിതി വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്? സുരക്ഷാ മുൻകരുതലുകളും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും അത്രത്തോളം ഇത്തരം ജലജന്യ രോഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് പണ്ട് മുതലേ ഉണ്ട്. അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ മഴക്കാലത്തും ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇതിപ്പോ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, കൂടുതലായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതല്ല, അല്ലാതെ എണ്ണത്തിൽ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയായിരിക്കാം ഈ പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? പ്രതിരോധ നടപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തി ശുചിത്വം പാലിക്കുക, പിന്നെ നമ്മൾ മലമൂത്ര വിസർജനത്തിന് ശേഷം കൈയൊക്കെ സോപ്പിട്ട് കഴുകുക, വൃത്തിയാക്കുക. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം, അതായത് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതല്ല, ശരിക്കും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഒപ്പം പിന്നെ ഈ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മൾ കടകളിലൊക്കെ കാണുന്ന പച്ചക്കറികളൊക്കെ നേരിട്ട് വാങ്ങി കഴിക്കുക. അത് വളരെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. പാത്രങ്ങളൊക്കെ പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അടച്ചു വെച്ചതിന് ശേഷം അല്ല തുറന്നു വെച്ച് ഇരിക്കരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനം വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാന ഘടകമാണ്. ഏറ്റവും പ്രധാനമാണത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.